പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്ത് നോക്കിയാലോ? യെസ്, മുകളിൽ നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ ചോദ്യം സിമ്പിൾ ആണ്, മാച്ച് ദ ഫോളോയിങ് ആണ്, അതായത് ചേരുംപടി ചേർക്കുക. ഇവിടെ കുറച്ച് തീയതികളുണ്ട്, കുറച്ച് ദിനങ്ങളുണ്ട്. അവരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, അനുയോജ്യമായ രീതിയിൽ ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും ആദ്യം ഒക്ടോബർ 2. ഒക്ടോബർ 2 എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത? യെസ്, നമ്മുടെ അഹിംസാ ദിനമാണ് അല്ലെ. അടുത്തത് ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9 എന്ന് പറയുന്നത് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ ദിനമാണ്. അടുത്തത് ജനുവരി 9. ജനുവരി 9ന്റെ പ്രത്യേകതയാണ് പ്രവാസി ദിനം എന്നത്. ഇനി അടുത്തത് ജനുവരി 26. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ആരും മറന്നു പോയിട്ടുണ്ടാവില്ല, നമ്മുടെ സ്വന്തം റിപ്പബ്ലിക് ഡേ, അതായത് റിപ്പബ്ലിക് ദിനം. ഇനി അടുത്തത് നമ്മുടെ ഓഗസ്റ്റ് 15 ആണ്. ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ സ്വന്തം സ്വാതന്ത്ര്യ ദിനം. അപ്പൊ ഇതുപോലെ പ്രധാനപ്പെട്ട തീയതികൾ, ആ ദിവസങ്ങൾ, അതായത് ആ ഒരു തീയതിയുടെ പ്രത്യേകതകൾ ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന LSSനും അതുപോലെ തന്നെ ആനുവൽ എക്സാമിനും നിങ്ങൾക്ക് സഹായിക്കും. ആനുവൽ എക്സാമിന് ഇനി നിങ്ങൾക്ക് വേണ്ടത് റിവിഷൻ ക്ലാസ്സുകളാണ്. അപ്പൊ നമ്മുടെ റിവിഷൻ ബാച്ചുകൾ നിങ്ങൾക്കായിട്ട് ഇവിടെ റെഡിയാണ്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.